സംസ്ഥാനത്ത് റേഷനരിക്കും പഞ്ചസാരയ്ക്കും അടക്കം വില കൂട്ടണമെന്ന് സർക്കാരിന് ശുപാർശ. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെ പഠിക്കാൻ നിയോഗിച്ച സർക്കാർ സമിതിയുടേതാണ് ഈ ശുപാർശ. സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടി ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടാൻ അവസരമൊരുക്കണമെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുൻഗണനേതര വിഭാഗത്തിൽ നീല റേഷൻ കാർഡിൽ അരിവില കിലോയ്ക്ക് 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കണമെന്നാണ് ശുപാർശ. സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്ന പഞ്ചസാരയ്ക്കും വില വർദ്ധിപ്പിക്കാൻ നിർദ്ദേശമുണ്ട്. ഇതിലൂടെ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ തുക കണ്ടെത്താമെന്നാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്തെ 13,872 റേഷൻ കടകൾ 10,000-ആയി കുറയ്ക്കാനുള്ള ശുപാർശയും റിപ്പോർട്ടിലുണ്ട്. ഒരു കടയിൽ 800 കാർഡ് ഉടമകളെങ്കിലും എത്തുന്ന രീതിയിൽ എണ്ണം ക്രമീകരിക്കണമെന്നാണ് ശുപാർശ. വിൽപ്പനയുടെ തോതനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകളും നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് റേഷനിംഗ് കൺട്രോളർ, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ, ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയാണ്. തെക്കൻ ജില്ലകളിലെ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വ്യാപാരികൾ 70-ാം വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുത്. മാസം 15 ക്വിന്റലിൽ താഴെ മാത്രം വിൽപ്പനയുള്ള 85 കടകൾ നിലനിർത്തണമോ എന്ന് പരിശോധിക്കണം. ഒരു ലൈസൻസിയുടെ കീഴിൽ അധിക ചുമതലയുള്ള മറ്റു കടകളെ ലയിപ്പിക്കണമെന്നും ശുപാർശയുണ്ട്. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് ശുപാർശ സർക്കാരിന് സമർപ്പിച്ചത്. 24 തിരുവനന്തപുരം.